11 മണിക്കൂർ കൊണ്ട് 2.5 മില്യൺ വ്യൂസാണ് നമ്മുടെ ബസൂക്കൻ്റെ ടീസറിന് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഒരു വല്ലാത്ത അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്നാലും ടീസർ കണ്ടിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ട്. The great shadow gang ne പോലും മാറ്റിയപ്പെട്ട ഗാങ്സ്റ്റേഴ്സ് ഞങ്ങളെ തുടർന്ന് സർ അത് പോപ്കോൺ സർ ഞങ്ങൾ സെക്കൻഡ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗൗതം മേനോനാണ്, ഗൗതം വാസുദേവൻ. പുള്ളിൻ്റെ അടുത്ത മൂവിയിൽ മമ്മൂട്ടിയാണ് കേട്ടോ. ഡയറക്ടർ പുള്ളിയാണ്, മമ്മൂട്ടിയാണ് അത്. ഒരുമാതിരി സ്കിഡ് ഗെയിമിനൊക്കെ പോലെ ഉണ്ടല്ലോ. അതായത് ഒന്ന് തുടങ്ങി 100 അവസാനിക്കും, അവസാനം 1-2 ആൾ ബാക്കിയാവും. കാറ് രക്ഷല്ല. ഈ ഷോട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, കിട്ടില്ല ഷോട്ട്. പക്ക നമ്മുടെ ഭീഷ്മപർവത്തിലെ അതേ വീട്, അതേ ഷോട്ട്, കാറൊക്കെ പക്ക വിൻറ്റേജ്, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല അതിലും. അമ്മേ, ഇതാണ് ഈ ഒരു ലുക്കിലാണ് എല്ലാം അവിടെ കിടക്കുന്നത്. 8-2-16 ബസൂക്ക. സ്ക്വിഡ് ഗെയിമിലെ എല്ലാ ചിഹ്നങ്ങളും വന്നിട്ടുണ്ട് അവിടെ. ഈ കഥയിൽ നിങ്ങളുടെ റോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ, കിട്ടു, ഒന്നും പറയാനില്ല അതിലൊന്നും. ഓക്കെ, എന്താണെങ്കിലും കമ്മിങ് സൂൺ എന്നാണ് കാണിച്ചത്. ഈ ഇയറിലുണ്ടോ നെക്സ്റ്റ് ഇയറിലാണോ എന്ന് അറിയില്ല കേട്ടോ. എന്താണെങ്കിലും പൊളി. കുറേ കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ കേട്ടോ, ബസൂക്കയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. എന്താണെങ്കിലും പടം ഒന്നും പറയാൻ പറ്റില്ല. എന്താണ്, ഗാങ്സ്റ്റർ വാറാണോ അല്ലെങ്കിൽ എന്തൊക്കെ അതിൽ മിക്സാണ്. എന്താണെങ്കിലും നമ്മുടെ ഡീനോ ഡെന്നിസിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അതിൻ്റെ DOP ചെയ്തത് നിമിഷ് രവിയാണ്. നമ്മുടെ ക്യാമറ ഒക്കെ നിമിഷ് രവിയാണ്. പക്ഷെ അതിൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. ചെയ്ത ആള് ഒറിജിനൽ മ്യൂസിക്കൻ മിഥുൻ മുകുന്ദൻ. ഈ മിഥുൻ മുകുന്ദനെ ഞാൻ പറ്റി നോക്കിട്ടോ. അതായത് മിഥുൻ മുകുന്ദൻ കന്നഡ മൂവീസാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. കന്നഡ തമിഴ് മൂവീസാണ് പുള്ളി ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. പിന്നെ റോഷാക്കിൻ്റെ ഒക്കെ മ്യൂസിക് ആൻഡ് DOP ചെയ്തതും നമ്മുടെ മിഥുൻ മുകുന്ദനാണ്. അപ്പോഴാണ് മനസ്സിലായത് ആ ഒരു റേഞ്ച് എന്തായിരിക്കും എന്നുള്ളത്. എന്താണെങ്കിലും പടം പൊളിക്കും, പടം പൊളിക്കാനാണ് ചാൻസ്. ഈ ഒരു മൊത്തം അതിൻ്റെ സ്റ്റൈല് കണ്ടിട്ട് ഒരു ഭീഷ്മപർവത്തിലൊക്കെ എന്താ പറയുക, ചില ആ ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ, മമ്മൂട്ടിനെ ഫസ്റ്റ് ഇൻട്രഡക്ഷൻ കാണിക്കുന്നത് ആ ഭീഷ്മപർവത്തിൽ അതേ റൂം, പുള്ളിയുടെ നമ്മുടെ മൈക്കിൾ അച്ഛൻ്റെ റൂമും കാര്യങ്ങളും ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ ആ ഒരു ഫാൻ നമ്മുടെ ഫാൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയൊക്കെ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീല് കൊണ്ടുവരാനായിരിക്കും ആ ഒരു സെറ്റപ്പിൽ കൊടുത്തത്. ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്താണേലും മമ്മൂട്ടിയുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാത്തുന്ന മൂവിയിൽ ഒന്ന് പെട്ടതാണ് ഈ ബസൂക്ക എന്നൊക്കെ പറഞ്ഞ മൂവീസ്. എന്താണെങ്കിലും അതിൻ്റെ ഒരു എഫക്റ്റ് കാണിക്കാണ്ടിരിക്കില്ല മൂവിയിൽ. ഇനി അത് മാത്രമല്ല, ഗൗതം വാസുദേവ മേനോൻ ഒരു മെയിൻ ക്യാരക്ടറാണ്, പോലീസ് ക്യാരക്ടറാണെന്നുള്ളത് നമുക്ക് തുടക്കത്തിൽ മനസ്സിലാവും. അത് മാത്രമല്ല, പുള്ളിയുടെ നെക്സ്റ്റ് ഡയറക്ടർ ചെയ്യുന്ന മൂവിയാണ് മമ്മൂട്ടിയാണ് അഭിനയിക്കുന്നതിൽ. അടുത്ത മൂവി കഴിഞ്ഞ മാസം അതിൻ്റെ ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും മമ്മൂട്ടിൻ്റെ നല്ല കാലമാണ്. മാത്രമല്ല, നാളെയാണ് നമ്മുടെ നാഷണൽ അവാർഡും അതുപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡും പ്രഖ്യാപിക്കുന്നത്. രണ്ടിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ആൾ മമ്മൂട്ടിയാണ്. മലയാളത്തിൽ മമ്മൂട്ടിയും ആടുജീവിതത്തിന് പൃഥ്വിരാജുമാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാലും ഇത് തന്നെ കാതൽ അങ്ങനത്തെ കുറേ മൂവീസ് ഉണ്ട്. അതിനെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മമ്മൂട്ടി അവിടെയും നമ്മുടെ കാന്താര ഉണ്ടല്ലോ, അതിൻ്റെ ഋഷിയില്ലേ, അവരുമായിട്ടാണ് എന്താ പറയുക അവിടുത്തെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ അറിയാം. പിന്നെ മമ്മൂട്ടിയുടെ കാര്യമായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പലവട്ടം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ നോമിനേഷൻ, നാഷണൽ അവാർഡിന് നോമിനേഷൻ കിട്ടിയ ഒരാളും കൂടാണ് മമ്മൂട്ടി തോന്നുന്നുണ്ട്, കൂട്ടത്തിലൊരാൾ. പക്ഷേ ഏറ്റവും കൂടുതൽ താഴെപ്പെട്ട ആളും മമ്മൂട്ടി തന്നെയാണ്. നാഷണൽ ലെവലിലാണ് ഞാൻ പറയുന്നത്, സ്റ്റേറ്റ് ലെവലിലല്ല. എന്താണെങ്കിലും നാളെ അറിയാം നാഷണൽ കിട്ടുമോ സ്റ്റേറ്റ് കിട്ടുമോ അതോ രണ്ടും മറ്റുള്ളവർക്ക് കിട്ടുമോ എന്നുള്ളത്. എന്താണെങ്കിലും പകർത്തിട്ടുണ്ട് ടീസർ. ഇനി ട്രെയിലറും ബാക്കി മൂവിയും കണ്ട് തന്നെ മനസ്സിലാക്കാം.